The Indus Valley civilization was a Bronze Age civilization lasting from 3300 BCE to 1300 BCE, and in its mature form 2600 BCE to 1900 BCE. എന്താ ഈ ബി സി? അമ്മ ഈ വർഷങ്ങൾക്ക് ശേഷമല്ലേ ഈ ബി സി തന്നിട്ടുണ്ട്, അതെന്തുവാ? ഈ സംശയം നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? പ്രത്യേകിച്ച് ചരിത്രം വായിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പിൽ എ ഡി എന്നും ബി സി എന്നും ബി സി ഇ എന്നും സി ഇ എന്നും ഒക്കെ കാണുമ്പോൾ അതെന്താണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോ? അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ചരിത്രം? പഴയ സംഭവങ്ങളുടെ ഒരു വിവരണമാണ് യഥാർത്ഥത്തിൽ ചരിത്രം. പഴയ കാര്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ചരിത്രം. എന്നാൽ ഇവയൊക്കെ പഴയ സംഭവങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാ? വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലേ? അപ്പോൾ വർഷങ്ങൾക്ക് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ എ ഡിക്കും ബി സിക്കും ഒക്കെ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വലിയ കാര്യമുണ്ട്. അതിന്റെ കഥ നമുക്ക് കാണാം. പണ്ട് ചരിത്രകാരന്മാർ നേരിട്ട പ്രധാന പ്രശ്നം പഴയ കാലവും പുതിയ കാലവും തമ്മിൽ വേർതിരിച്ചറിയാൻ പ്രത്യേകമായ മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഈ സമയത്താണ് എ ഡി 525 ക്രിസ്ത്യൻ സന്യാസിയായ ഡൈനേഷ്യസ് എക്സിക്കസ് ഒരാശയം നിർദ്ദേശിച്ചു. എന്തുകൊണ്ട് നമുക്ക് വർഷങ്ങളെ ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൂടാ? അദ്ദേഹം വർഷങ്ങളെ രണ്ടായി തിരിച്ചു. അതായത് ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപേയുള്ള വർഷങ്ങളെ ബി സി അഥവാ ബിഫോർ ക്രൈസ്റ്റ് എന്നും ക്രിസ്തുവിന്റെ ജനനം തൊട്ടുള്ള വർഷങ്ങളെ എ ഡി അഥവാ ലാറ്റിൻ വാക്കുകളായ അന്നോ ഡൊമിനി എന്നുമായിരുന്നു അത്. കഴിഞ്ഞില്ല, ഇനിയും ഒരു പ്രത്യേകത കൂടിയുണ്ട്. ബി സി വർഷങ്ങൾ എപ്പോഴും പിന്നിലേക്കാണ് എണ്ണുക. അതായത് കണക്കിലെ -1 -2 എന്ന് പറയുന്നത് പോലെ വർഷങ്ങളെയും പിന്നിലേക്കാണ് എണ്ണുക. എന്നാൽ എ ഡി വർഷങ്ങൾ എപ്പോഴും മുൻപിലേക്കാണ് കണക്കാക്കുക. അതായത് എ ഡി 100, എ ഡി 200, എ ഡി 300 എന്നിങ്ങനെ. എന്നാൽ നിങ്ങൾ ഇന്ന് വായിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ ഈ വേർതിരിവിന് പകരം വർഷങ്ങളോടൊപ്പം ബി സി ഇ എന്നും സി ഇ എന്നുമാണ് രേഖപ്പെടുത്തുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും ചരിത്ര രചനയിൽ ബുദ്ധിമുട്ടുകളില്ലാതെ ഒരേപോലെ ഉപയോഗിക്കാനാണ് ഈ പുതിയ രീതി തുടങ്ങിയത്. ബി സി ഇ എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ ഇറ എന്നാണ്. അതുപോലെ സി ഇ എന്നാൽ കോമൺ ഇറ എന്നുമാണ്. എന്നാൽ വർഷങ്ങൾ കണക്ക് കൂട്ടുന്നതിൽ പഴയ രീതി തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ജനിച്ച വർഷം ബി സി ഇ ഗണത്തിലാണോ അതോ സി ഇ ഗണത്തിലാണോ? കമന്റ് ചെയ്യൂ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.